എവിടുക്ക എവിടെ റഹീമിന്റെ വീട്ടില് കല്യാണം അതിന് നാളെ പോയാ പോരെ കല്യാണം ഇന്നല്ലല്ലോ നാളെ അല്ലേ തെക്ക് ചെല്ലാൻ പറഞ്ഞു എന്തായാലും ചെയ്തോ പോയിട്ട് വായോ പിന്നെ എന്തായി ടിക്കറ്റിന്റെ കാര്യം എന്തായി നാളെ അഞ്ചത്ത് വരെ എടുക്കാൻ പോയി ഇതുവരെ എന്തെടുക്കാമെന്ന് ജീ പറഞ്ഞത് ചെപ്പണ്ണ തലയെ കെട്ടി കുത്തിരിക്ക വേഗം പോയിട്ട് അവരെ കാര്യം നടത്താൻ നോക്കി നോക്ക് ഒരു പെണ്ണെന്നെ വെച്ചിട്ട് ഇങ്ങനെ കുത്തിരിക്കണ് പോയോണ്ട് വരുമ്പത്തിന് പെണ്ണൊക്കെ സെറ്റ് ആവും ചെല്ലേ ആദ്യം ഞാൻ ആ ചെക്കനെ വിളിച്ചിട്ട് പറയാം നിങ്ങൾ ആദ്യം പോയിട്ട് ടിക്കറ്റിന്റെ കാര്യം നോക്കിയിട്ട് മതി റഹീമിന്റെ അടുക്ക് പണ്ടല്ലേ ചെല്ലു പോ അലൈക്കും സലാം ശുക്കൂർ എന്താ കുട്ടിയെ അവനൊക്കെ ഭർത്താവുണ്ട് എന്താണ് വർത്താനങ്ങളൊക്കെ കുഴപ്പമില്ല എന്താണ് ഇപ്പൊ നിങ്ങള് കുൽസൂനോട് കൂട്ടിക്കൊണ്ടിരാത്ത ഓളപ്പോ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്തിനാ ഇവിടെ ഇപ്പൊ നിങ്ങള് മാസം 5-6 കഴിഞ്ഞല്ലോ ഇപ്പൊ അവിടെ കൊടുന്നാക്കിയിട്ട് എന്താ അതിനൊരു കാരണം എന്റെ കുട്ടിക്ക് ഓനെ പറ്റണ്ടേ ഓളെ ഞങ്ങക്ക് ഇഷ്ടല്ല കൊടുന്നാലും കൊടുന്നില്ലെങ്കിൽ ഇപ്പൊ ഒരു കാര്യമില്ല ഞാൻ ഇപ്പൊ എന്താ വേണ്ടത് ഇടപാട് തീർക്കാൻ വേണ്ടിട്ട് ഞാൻ മഹരി കൊടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ തോന്നുന്ന നേരത്തൊക്കെ കെട്ടിക്കൊണ്ടിരാനും ഇടപാട് തീർക്കാനും ആണെച്ചാൽ ഞമ്മക്കൊക്കെ അതിനെ നേരം ഉണ്ടാവുള്ളൂ അല്ലേ പിന്നെ കല്യാണം കഴിക്കേണ്ട സമയത്ത് ചെക്കന്മാർക്ക് കല്യാണം കഴിക്കണ്ടേ അവനാనికి പറ്റൂലെങ്കിൽ ഒഴിവാക്കൂ അത്ര തന്നെ അല്ലാണ്ട് എന്താണ് പിന്നെ ഇപ്പൊ പറ്റൂലെന്ന് വെച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ ഇതിനൊരു നിയമമില്ല ഒരു വ്യവസ്ഥ ഇല്ല ആ വ്യവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പറഞ്ഞയച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് വേണ്ട അങ്ങടെ മോളിലെ ഞാൻ മലയാളത്തിൽ പറഞ്ഞാലേ ഞാൻ മാലിയമ്മച്ചിക്കാണ്ട് പേപ്പർ ഇട്ടോണ്ട് എന്താണ് നിങ്ങൾ ഓളുടെ അടുത്ത് കാണുന്ന ഒരു എന്താണ് നിങ്ങളുടെ മോൾക്ക് ഇല്ലാത്തത് രാവിലെ നീക്കൂല സുബീസ്കരിക്കൂല തുടക്ക അടിക്കുക അങ്ങനെയുള്ള ഒരു പരിപാടി അങ്ങനെ അതൊക്കെ നിങ്ങൾ വെറുതെ പറയണാണ് കാരണം സുബൈ നിസ്കരിക്കാതിരിക്കാൻ എന്റെ കുട്ടീനെ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ഒത്തിരി കൂടുതൽ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മോളെ ഓൾ ലിഫ്റ്റിക്ക് ഇട്ടല്ല പുറത്തേക്ക് ഇറങ്ങൂല ഓളെ മുടിയുടെ കളർ കണ്ടിക്കണങ്ങള് ഓളെ മുടിയുടെ കളർ ഇതൊക്കെ ഒരു ഇസ്ലാമിനുള്ള കാര്യങ്ങളാ ഇതൊന്നും ഇപ്പൊ ഈ കാലത്ത് എല്ലാവരും ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറ്റൂല മനസ്സിലാവണ്ട നിങ്ങക്ക് ഇതിന്റെ ഉള്ളിൽ പറ്റൂല മറ്റുള്ളവരെ കാര്യമൊക്കെ അറിയൂല ഇതിന്റെ ഉള്ളിൽ പറ്റൂല അല്ല കുട്ടിയെ ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ അനക്ക് പറ്റൂലെന്നാ എന്റെ ആങ്ങളക്ക് അതായത് എന്റെ മോളുടെ കെട്ടിയോന് പറ്റൂല എനിക്ക് പറ്റൂലെങ്കിൽ എന്റെ മോനിക്കും അങ്ങനെ തന്നെയാണ് എന്റെ വാക്കിന്റെ അപ്പുറം എന്റെ മോനില്ല ഓനെ വളർത്തിണ്ടാക്കിയത് ഞാനാണ് തന്തി തള്ളി ഉണ്ടായതല്ലേ നിങ്ങൾക്ക് അറിയോ അമ്മമാരെ വീട്ടിൽ നിന്ന് ഞാനാണ് എന്റെ മോനെ വളർത്തിണ്ടാക്കിയത് പിന്നെ ഓന്റെ വാക്കല്ലാണ്ട് നിങ്ങളെ വാക്ക് വെക്കോ നിങ്ങളുടെ മോളെ വാക്ക് വെക്കോ ഓള് കല്യാണം കഴിച്ചു കൊടുന്നതല്ലേ ഓളേനെ കണ്ട അപ്പൊ ഓളെ വാക്കും കുറേശ്ശെ കേക്കണ്ടേ അതെ അതിന് പറ്റിയ ഒരു ചളുക്ക് ചെമ്മീൻ ചുരുണ്ട പോലെ ഒരു മുതല് എന്താണ് ഓളെ കൊണ്ട് കൂട്ടിയാ കഴിയ ഇതൊക്കെ നിങ്ങൾക്ക് ആദ്യം ഓളേനെ കാണുമ്പോ എന്റെ കുടിയിൽ വന്നിട്ട് ഓളേനെ നിങ്ങൾ പെണ്ണെടുത്ത് മിഠായി കൊടുത്തിട്ട് പോയപ്പോഴൊന്നും നിങ്ങൾക്ക് തോന്നിയില്ലേ അന്ന് ഇങ്ങനെയൊന്നും മനസ്സിലായില്ലല്ലോ ഞങ്ങക്ക് ചക്കാണെങ്കിൽ നമുക്ക് ചൂന്ന് നോക്കാം മനുഷ്യന്മാരെ ചൂന്ന് നോക്കാൻ പറ്റുമോ മനുഷ്യന്മാരെ ചൂന്ന് നോക്കാൻ പറ്റുമോ മനുഷ്യന്മാരും ചൂന്ന് നോക്കാൻ പറ്റും ആളെ പറ്റൂല കാലത്ത് പറ്റും ഒരാളേനായിട്ട് 5 മിനിറ്റ് സംസാരിച്ച ആ ആളുടെ സ്വഭാവം എന്താന്ന് അറിയാം അന്നേട്ട് ഇപ്പൊ ഞാൻ എത്ര നേരം സംസാരിച്ചില്ലേ ഈ ആരാന്നുള്ളത് ഇപ്പൊ ഒരാള് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അതന്നെയാണ് ഈ ചൂന്നോക്കല് എന്ന് പറയുന്നത് അപ്പൊ അതൊന്നും എനിക്ക് പഠിപ്പിക്കരുത് അന്നെക്കാട്ടും പ്രായമുണ്ട് ഞാൻ അനവധി ലോകം കണ്ടതാണ് കാലം കണ്ടതാണ് മനസ്സിലായ ഞാനേ അറബി നാട്ടിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് വളർത്തിയാണ് എനിക്ക് ഒരൊറ്റ ഒന്നേ ഉള്ളൂ നിങ്ങൾ ഇവിടെ എന്നിട്ട് പൊട്ടിയിട്ട് ഒരു കാര്യം എല്ലാം നോക്കി ഞങ്ങള് മഹലിൽ നിന്ന് പേപ്പർ അയക്കാറില്ല ഞങ്ങൾ നിങ്ങളുടെ കുട്ട തിരിച്ചതില്ല നിങ്ങളുടെ കുട്ട 10 പൈസ ഞങ്ങൾ എടുത്തിട്ടുണ്ടോ കണ്ട ഞങ്ങൾ ഒക്കെ ആരെടുത്തില്ലാന്ന് ഞാൻ കൊടുത്തിട്ടുള്ള 75 പവന്റെ സ്വർണ്ണം ഉണ്ട് ഓളെടുത്തില്ല ഇവിടെ ഉണ്ട് സ്വർണ്ണം ഉണ്ട് പൈസ 1.5 ലക്ഷം റുപ്യ കല്യാണത്തിന്റെ അന്ന് കൊടുത്തത് കല്യാണത്തിലേക്കാണ് കൂട്ടിക്കാളി അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാ അതിന്റെ ശേഷം അന്നെ കെട്ടി തീർത്തതിന്റെ പൈസയുടെ ഇടപാടും പ്രശ്നങ്ങളും അതിന്റെ കോടതി ചെലവും അതും ഇതൊക്കെ ആയിട്ട് അതിന് 2-2.5 ലക്ഷം റുപ്യക്ക് ചെലവായിട്ടുണ്ട് ആണാ അതിന്റെ ആവശ്യത്തിന് ഇവിടെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ നല്ലൊരു കുട്ടിയായിരുന്നെങ്കിൽ ഈ നല്ലൊരു പെണ്ണായിരുന്നെങ്കിൽ അന്നെ ഡൈവോഴ്സ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടാക്കൂലല്ലോ അപ്പൊ അന്റെ അടുത്തുണ്ട് മോളെ കുഴപ്പം ഞാൻ സമ്മതിച്ചിന്റെ അടുത്ത് കുഴപ്പമുണ്ട് ഞാൻ എന്റെ പേരേക്കല്ലേ വന്നിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ വന്നിക്കുന്നത് അല്ലല്ലോ ഞാൻ എന്റെ പേരേക്ക വന്നിക്കുന്നത് എന്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും നിങ്ങൾ ആരെന്നോട് ചോദിക്ക് നിങ്ങളെ പേര് അവിടെ അവിടെ പോയിട്ടൊക്കെ ഞാൻ ചോദിച്ചോളാം പക്ഷെ ഇതിപ്പോ എന്റെ മോളേനെ കെട്ടിക്കൊടുന്ന കുടിയാണ് ഇജി ഒരു ആൺകുട്ടീനെ ഒരു ചെക്കൻ എങ്ങനെ അടിമയുടെ പോലെ ആക്കിയിട്ട് നിക്കണ എന്താണ് ഓനെ വളർത്തുന്നൊക്കെ ഞാനാണ് ഓന അടിമയില്ലാണ്ട് കേട്ടാ ഞാനൊന്ന് നോക്കട്ടെ അല്ലല്ലല്ല
പോവാൻ നോക്കി ഞാൻ പോവാൻ വരെയൊക്കെ ഞാൻ ചെയ്തു തരാം മോളെ. അനക്ക് ഇന്നെ അറിയില്ലട്ടോ, എനിക്ക് വേറൊരു മുഖം കൂടി ഉണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇന്റെ കുട്ടീനെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഡൈവോഴ്സ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ഞാൻ അധ്വാനിച്ച മുതല് ഒരു തരി പൊന്നു പടല്ലാണ്ട് മാല ഇടണ പെട്ടി വരെ കൊണ്ടുപോകാൻ എനിക്കറിയാം. അനക്കേ ഇന്ന അറിയില്ല. ഇപ്പൊ മകള് വന്നിട്ടില്ലേ 10-50 പവനായിട്ട് അതന്നെ ഉള്ളൂ, ബാക്കിയൊന്നും ഇവിടെ ഇല്ല. ഓള് തിന്നില്ലേ 5-8 മാസത്തിനുള്ളിൽ അതിൽ കണ്ട് കീച്ചാളി. അതുകൊണ്ട് കീച്ചോളാം. അതൊക്കെ എന്റെ വായലാവുള്ള അനക്ക് പടച്ചോൻ തന്നോളൂ. വെറുതെ അല്ല മാളെ, വെറുതെ അല്ല ജി കെട്ടുങ്ങലായത്. രണ്ടോടത്തേക്ക് കെട്ടിച്ചില്ലേ, 2 മുറ്റീമലായില്ലേ. ആയിക്കോട്ടെ, എനിക്ക് നഷ്ടമുണ്ട്. ഇന്റെ മോളേനെ കൊടുത്തിട്ട് ഇജ്ജിയാണ് അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്. അത് എനിക്ക് നഷ്ടം തന്നെ. പക്ഷെ എനിക്ക് വേറൊരു മുഖം ഈ ചലക്കണതിനുള്ള മറുപടി ഞാൻ തന്നില്ല. എന്റെ പേര് അബൂന്നല്ല. ചലക്കാണ്ടിരുന്നു ഒരു മേഖലും സീതനും